ഹായ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഫോറക്സിൽ ഒരു ലോട്ട് സൈസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ബേസിക്കലി നമ്മൾ ബേബി പിപ്സ് എന്ന് പറയുന്ന ഒരു സൈറ്റിലെ ഒരു ഫ്രീ ടൂളാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ഫോറക്സിലെ എല്ലാ പേയേഴ്സിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ എത്ര ലോട്ട് സൈസ് സെലക്ട് ചെയ്യണം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണ് ഈ ഒരു ലോട്ട് സൈസ് കാൽക്കുലേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫോറക്സിൽ ലോട്ട് സൈസിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റാൻഡം ലോട്ട് സൈസസ് ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഒരു ടേക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമുക്ക് എത്ര ഡോളറാണ് നമ്മൾ റിസ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര ഡോളറാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത് എന്ന് നമുക്കൊരു ഐഡിയ കാണത്തില്ല അല്ലേ. ചിലപ്പോൾ $1 അല്ലെങ്കിൽ $2 അല്ലെങ്കിൽ 0.5 ലോട്ട്, ഇതൊക്കെ നമ്മൾ ലോട്ട് സൈസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എത്ര ഡോളറാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്, എത്രയാണ് നമ്മൾ ഈ ഒരു ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ എത്ര ഡോളർ നമുക്ക് ലോസ് ആവും, ഇതിനെപ്പറ്റി റാൻഡം ലോട്ട് സൈസ് നമ്മൾ സെലക്ട് ചെയ്താൽ ഒരു ഐഡിയ കാണത്തില്ല. അപ്പം നമ്മൾ ഐഡിയലി എത്രയാണ് പെർ ട്രേഡ് ഒരു 1% ആണ് നമ്മൾ റിസ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു 1 to 3% ഒക്കെ റിസ്ക് ചെയ്യണം എന്ന് നമുക്കറിയാം. അങ്ങനെ റിസ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പെസിഫിക്കലി ഒരു ട്രേഡ് എൻ്റർ ചെയ്യുമ്പോൾ അറിയണം, ഇതെനിക്ക് എഗൻസ്റ്റ് ആയിട്ട് പോയാൽ അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ എനിക്ക് എത്ര ഡോളറാണ് ലോസ് ആവാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോട്ട് സൈസ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇനി എത്ര വലിയൊരു സോണാണെങ്കിലും എത്ര ചെറിയ സോണാണെങ്കിലും ഏതിൽ എൻ്റർ ചെയ്താലും, ഇപ്പോൾ ഈ ഒരു കേസിൽ ഒരു സോണിൻ്റെ ലെങ്ത്ത് ഇവിടെ എൻ്റർ ചെയ്യുന്നു, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, ഇതാണ് ബേസിക്കലി എൻ്റെ ഒരു സോൺ. ഇനി ചിലപ്പോൾ അടുത്തൊരു എൻട്രി ഞാൻ എടുക്കുന്നത് ചിലപ്പോൾ ഇത്രയും വലിയൊരു സോണിലായിരിക്കും. അപ്പം ഇവിടെ എനിക്കൊരു പ്രോഫിറ്റും ലോസും കിട്ടി, അടുത്ത ട്രേഡ് എനിക്ക് ലോസ് ആകുമ്പം ഇതിലും വലിയൊരു ലോസ് വന്നു, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും ഐഡിയലി എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ക്യാപിറ്റലിൻ്റെ എത്ര % ആണ് നമ്മൾ പെർ ട്രേഡ് റിസ്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ട്രേഡ് ലോസ് ആയാലും ഈ ഒരു ട്രേഡ് ലോസ് ആയാലും ഒക്കെ എനിക്ക് ഒരേ എമൗണ്ട് തന്നെയാണ് ഞാൻ റിസ്ക് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി ബേബി പിപ്സ് എന്ന് പറയുന്ന സൈറ്റ് ത്രൂ ആണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോം എടുക്കുക, അതിനുശേഷം ബേബി പിപ്സ് എന്ന് സെർച്ച് ചെയ്യുക. babypips.com എന്ന് പറയുന്ന ഫസ്റ്റ് സൈറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുന്നത്. ഇത് ഫോണിലാണെങ്കിലും പി സിയിലാണെങ്കിലും ഈ ഒരു ഇൻ്റർഫേസ് തന്നെയാണുള്ളത്. ഇതിൽ ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴേക്ക് വരുന്ന സമയത്ത് പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യണം. അതിൽ ഫസ്റ്റ് ആണ് നമ്മൾ ഏത് അക്കൗണ്ട് കറൻസിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ $ലാണ് ട്രേഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ $, സെലക്റ്റഡ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ഇപ്പോൾ എത്രയാണ്, ചില ആൾക്കാർ 500 ആയിരിക്കും, ചില ആൾക്കാർ 200 ആയിരിക്കും, ചില ആൾക്കാർ 100 ആയിരിക്കും അല്ലേ. അപ്പം നമ്മുടെ അക്കൗണ്ട് ബാലൻസ് എത്രയാണോ, ഇപ്പോൾ മിനിമം ഒരു $200 ഡെപ്പോസിറ്റ് ചെയ്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 200 ഇടാം, അല്ലെങ്കിൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എമൗണ്ട് ഇടാം. എത്രയാണ് നമ്മുടെ ബാലൻസ് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൺസ് ബാലൻസ് കിട്ടിയാലാണ് അതിൻ്റെ എത്ര ശതമാനം നമുക്ക് പെർ ട്രേഡ് റിസ്ക് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ വൺസ് ബാലൻസ് നമ്മൾ എൻ്റർ ചെയ്തു, അതിനുശേഷം എത്ര ശതമാനമാണ്, അതായത് ഈ എടുക്കാൻ പോകുന്ന ട്രേഡിൽ, നമ്മൾ ഈ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ട്രേഡിൽ എത്ര ശതമാനമാണ് ക്യാപിറ്റലിന് നമ്മൾ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 1% കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 1 എന്ന് കൊടുക്കുക, 1% എന്ന് വന്നു. അതിനുശേഷം കൊടുക്കേണ്ട വാല്യൂ ആണ് സ്റ്റോപ്പ് ലോസ് പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ ഇവിടെ ഒരു എൻട്രി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് പിപ്പ്, അതായത് ഞാനിവിടെ എൻട്രി എടുക്കുന്നു, എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിൻ്റെ തൊട്ട് മേളിലായിട്ടൊരു ബഫർ വെച്ച് വെക്കുന്നു. അതിനുശേഷം താഴേക്ക് ഞാനൊരു 1:2 ഫോക്കസ് ചെയ്തിട്ട് വെക്കുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എൻട്രി ഇവിടെയാണ്, സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്, ടാർഗറ്റ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വൺസ് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ ട്രേഡർ ട്രിക്കർ ആവും. അതിനുശേഷം താഴേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടും, മേളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടാവും. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ്, അതായത് ഞാൻ എൻട്രി ചെയ്തതിൽ നിന്ന് എൻ്റെ സ്റ്റോപ്പ് ലോസ് വരെയുള്ള പിപ്പ് എത്രയാണ് എന്നാണ് നെക്സ്റ്റ് ഞാൻ കൊടുക്കേണ്ടത്. അപ്പോൾ എൻട്രി ചെയ്യുന്ന സ്ഥലം തൊട്ട് ഈ ഒരു ഏരിയ വരെയുള്ളത് ഞാൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് 13.8 പിപ്പാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് പിപ്പ്.
അതാണ് ഇവിടെ ബേസിക്കലി ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് സ്റ്റോപ്പ് ലോസ് പിപ്പ് എന്നുള്ളതിൽ നമ്മൾ എന്താണ് ചോദിക്കുന്നത്, നമ്മുടെ സോണിൻ്റെ എൻട്രി ട്രേഡ് ചെയ്യുന്ന സ്ഥലം മുതൽ സ്റ്റോപ്പ് ലോസ് വരെയുള്ള സ്ഥലം വരെ എത്ര പിപ്പാണുള്ളത്. അതെങ്ങനെ മെഷർ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു സൂമിൻ ഐക്കണിൻ്റെ തൊട്ട് മേളിലായിട്ട് മെഷർ എന്ന് പറഞ്ഞിട്ടൊരു സ്കെയിലിൻ്റെ ഐക്കണുണ്ട്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എവിടുന്ന് എവിടം വരെയാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു കേസിൽ ഞാൻ 13.8 പിപ്പാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് പിപ്പായിട്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ എന്ത് കൊടുത്താൽ മതി, 13.8 പിപ്പാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് എടുക്കുന്നത്. ആൻഡ് ഏത് കറൻസിയിലാണ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇത് മെഷർ ചെയ്തിട്ടുള്ളത് യൂറോ USDയിലാണ്. അപ്പോൾ സെയിം കറൻസിയിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫില്ല് ചെയ്യേണ്ടത്. അക്കൗണ്ട് ബാലൻസ് എത്രയാണ്, ആ ഒരു അക്കൗണ്ട് ബാലൻസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സ്റ്റോപ്പ് ലോസ് പിപ്പ് എത്രയാണുള്ളത്. അത് ഞാനിപ്പം ഈ ഒരു സോൺ എടുത്തുകൊണ്ടാണ് എനിക്ക് 13.8. വേറെ ഒരു സോണാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 20 പിപ്പ് ആയിരിക്കും, ചിലപ്പോൾ 25 പിപ്പ് ആയിരിക്കും. അപ്പോൾ എത്രയാണോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പിപ്പ് അതാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ വേണ്ട കറൻസി കൊടുക്കുന്നു. കാൽക്കുലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കുറേ കാര്യങ്ങൾ വന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എമൗണ്ട് ആയിട്ട് റിസ്ക് ആണ്. അതായത് $200 1% റിസ്ക് ചെയ്യുമ്പോൾ നമ്മൾ പെർ ട്രേഡ് $2 നമ്മൾ റിസ്ക് ചെയ്യുന്നത്. അത് ഒന്നാമത്തെ കാര്യം. അപ്പം ഈ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ $2 നമ്മൾ ലോസ് ആവാൻ പോകുന്നത്. ഏത് ലോട്ട് സൈസ് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ് ലോട്ട് സൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ലോട്ട് സൈസ് 0.0145 എന്ന് പറയുന്ന ഈ ഒരു ലോട്ട് സൈസ് ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് ലോസ് ആവുകയാണെങ്കിൽ $2 ആയിരിക്കും റിസ്ക് ആവാൻ പോകുന്നത്. ഓക്കെ. ആൻഡ് ലോട്ട് സൈസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും മിനിമം എൻ്റർ ചെയ്യാൻ പറ്റുന്ന ലോട്ട് സൈസ് എന്ന് പറയുന്നത് 0.01 ലോട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 0.0145 ഉണ്ടെങ്കിലും ഏറ്റവും മിനിമം എൻ്റർ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 3 ഡിജിറ്റ്സ് മാത്രമാണ്. അപ്പോൾ 0.01 ആണ് നമ്മളിവിടെ ലോട്ട് സൈസായിട്ട് എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ ഒരു ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന ഒരുവിധം കറൻസി പേഴ്സിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ചില കറൻസിയിൽ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി ചോദിക്കും. ഇപ്പോൾ USD JPY എന്ന് പറയുന്ന പേര് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കറണ്ട് USD JPY ആസ് പ്രൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ USD JPY എടുക്കുവാണ്. USD JPYയിൽ ഞാനൊരു ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഞാൻ ഈ ഒരു ഏരിയയിലാണ് ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എൻ്റെ സ്റ്റോപ്പ് ലോസ് പിപ്പ് ഡിഫറെൻ്റ് ആണ് അല്ലേ. എൻ്റെ ക്യാപിറ്റൽ ഉണ്ട്, എനിക്ക് എത്രയാണ് റിസ്ക് ചെയ്യേണ്ടതെന്ന് അറിയാം. എൻ്റെ സ്റ്റോപ്പ് ലോസ് പിപ്പ് നേരത്തെ ട്രേഡ് എടുത്ത പോലെ അല്ല, ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് പിപ്പ് എത്രയാണെന്ന് മെഷർ ചെയ്യുന്നു. ഇവിടെ എനിക്ക് 10.5 ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ USD JPY ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് പിപ്പ് 10.5 ആണ്. അതിനുശേഷം കറണ്ട് USD JPY പ്രൈസ് എത്രയാണ്, അത് എത്രയാണ് 155.738 ആണ് കറണ്ട് പ്രൈസ്. അപ്പോൾ 155.738 ആണ് എൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത്. അത് കൊടുത്തു. ഇവിടെ ഞാൻ $2 ആണ് റിസ്ക് ചെയ്യുന്നത്. എൻ്റെ സ്റ്റാൻഡേർഡ് ലോട്ട് സൈസ് എത്രയാണ് 0.0297. ഇതിൽ 0.02 ലോട്ടാണ് ഞാൻ ലോട്ട് സൈസിൽ എൻ്റർ ചെയ്യേണ്ടത്. ആൻഡ് ഇത് എവിടെയാണ് എൻ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ മെറ്റാ ട്രേഡർ എടുക്കുന്ന സമയത്ത് നമുക്ക് ചാർട്ട് എടുക്കാം. ഏതൊരു കറൻസി പെയറിൻ്റെ വേണമെങ്കിലും ചാർട്ട് എടുക്കാം. നമുക്കിവിടെ നമ്മുടെ കറൻസി പെയർ ഇല്ലെങ്കിൽ ഈ ഒരു കോഡ്സിൻ്റെ അവിടെ നമുക്ക് വേണ്ട കറൻസി പെയർ സെർച്ച് ചെയ്യാം. ഇപ്പോൾ യൂറോ USDയിലാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ USD JPYയിലാണ് നമ്മളിപ്പം ഓൾറെഡി നോക്കിയിട്ടുള്ളത്. USD JPYയിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ USD JPYയുടെ ചാർട്ട് എടുക്കുക, 5 മിനിറ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട് മെയിനായിട്ടും. ഒന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അതാണ് ഈ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ട്, ബൈ സെൽ എന്ന് പറഞ്ഞിട്ട്. ഇവിടെയാണ് നമുക്ക് ലോട്ട് സൈസ് എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ. അപ്പോൾ ഇവിടെ എത്ര കൊടുക്കാം, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 0.02 ലോട്ട് സൈസ് എൻ്റർ ചെയ്യുവാണെങ്കിൽ ആ ഒരു ഏരിയയിൽ ഇപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ പ്രൈസ് ഇവിടെ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. എനിക്ക് വേണ്ടത് എവിടെയാണ്, ഈ ഒരു ഏരിയയിലാണ് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പം ഇവിടെയാണ് ഞാൻ എൻ്റർ ചെയ്യാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടല്ല എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, എനിക്കൊരു പെൻഡിങ് ഓർഡറാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ സ്കാൽപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ ഒന്നും ഇല്ലാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബൈയും സെല്ലും ലോട്ട് സൈസും കൊടുത്തിട്ട് എൻ്റർ ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഒരു സെൽ ലിമിറ്റ് ഓർഡറാണ്.
അപ്പോൾ ബേസിക്കലി നമുക്ക് ലിമിറ്റ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എക്സിക്യൂഷൻ, അതായത് ഇൻസ്റ്റൻറ്റ് എക്സിക്യൂഷൻ ഉണ്ട്, ബൈ ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ട്, സ്റ്റോപ്പ് ഓർഡേഴ്സ് ഉണ്ട്. ഇതിൽ ലിമിറ്റ് ഓർഡേഴ്സ് ആണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ SMC ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലിമിറ്റ് ഓർഡേഴ്സ് ആണ്. അതായത് കറണ്ട് പ്രൈസിൻ്റെ താഴെയുള്ള ഏതെങ്കിലും ഒരു പ്രൈസിൽ ബൈ ചെയ്യുന്നു, കറണ്ട് പ്രൈസിൻ്റെ മേളിലുള്ള ഏതെങ്കിലും ഒരു പ്രൈസിൽ സെല്ല് ചെയ്യുന്നു. ഈ ഒരു പെൻഡിങ് ഓർഡർ ആണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, നമ്മൾ ലിമിറ്റ് ഓർഡേഴ്സിൽ ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് പ്രൈസിൻ്റെ താഴെ ബൈ ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രൈസിൽ പെൻഡിങ് ഓർഡറായിട്ട് ബൈ ചെയ്യണമെങ്കിൽ ബൈ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. കറണ്ട് പ്രൈസിൻ്റെ മേളിലുള്ള ഏത് പ്രൈസിൽ വേണമെങ്കിലും ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൽ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. ഇനി ഈ ഒരു ബൈ ലിമിറ്റിൻ്റെയും സെൽ ലിമിറ്റിൻ്റെയും നേരെ ഓപ്പോസിറ്റ് ആണ് ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും. അത് മെയിൻലി ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് ആ ഒരു ടൈപ്പ് ഓഫ് എൻട്രി യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ സ്റ്റോപ്പ് ഓർഡേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ബൈ ലിമിറ്റ് കറണ്ട് പ്രൈസിൻ്റെ താഴെ ബൈ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കറണ്ട് പ്രൈസിൻ്റെ മേളിൽ ഏത് പ്രൈസിൽ വേണമെങ്കിലും ഒരു പെൻഡിങ് ഓർഡർ ബൈ പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബൈ സ്റ്റോപ്പ് ഓർഡർ യൂസ് ചെയ്യാം. അതാണ് മെയിൻലി ഉള്ള ഡിഫറൻസ്. ബൈ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് പ്രൈസിൻ്റെ താഴെ ബൈ ചെയ്യുന്നു, ബൈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പ്രൈസിൻ്റെ മേളിൽ ബൈ ചെയ്യുന്നു. സെൽ ലിമിറ്റ് ആണെങ്കിലും സെൽ സ്റ്റോപ്പ് ആണെങ്കിലും സെയിം ഓപ്പോസിറ്റ് തന്നെയാണ്. സെൽ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പ്രൈസിൻ്റെ മേളിലുള്ള പ്രൈസിൽ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. കറണ്ട് പ്രൈസിൻ്റെ താഴെ ഏതെങ്കിലും ലിമിറ്റ് പ്രൈസിൽ സെല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബൈ സ്റ്റോപ്പാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ബേസിക്കലി നമുക്ക് കറണ്ട് പ്രൈസിൻ്റെ മേളിൽ താഴെ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബൈ ലിമിറ്റ് ഇപ്പം കറണ്ട് പ്രൈസിന് താഴെ ബൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ട് മേളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സെൽ ലിമിറ്റ് ആവും. ഇപ്പോൾ കറണ്ട് പ്രൈസിന് മേളിൽ നിങ്ങൾക്ക് ബൈ ലിമിറ്റ് പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല. അവിടെ നമുക്ക് ബൈ സ്റ്റോപ്പ് ഓർഡർ തന്നെ ചൂസ് ചെയ്താൽ മതി. അപ്പം ബൈ മിസ്റ്റേക്ക് നമുക്ക് മാറിപ്പോത്തില്ല. കാരണം ഓൾറെഡി നമ്മൾ ഈ ഒരു ലൈൻ കറണ്ട് പ്രൈസിന് മേളിലേക്ക് ബൈ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്കത് പറ്റത്തില്ല. ആ ഒരു സമയത്ത് നിങ്ങൾ സ്റ്റോപ്പ് ഓർഡർ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട പ്രൈസ് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ സെൽ ലിമിറ്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു സോണിലാണ്. എനിക്ക് സ്റ്റോപ്പ് ലോസ് വേണ്ടത് ഈ ഒരു ഏരിയയിലാണ്. ടാർഗറ്റ് വേണ്ടത് 1:2 ഏതാണോ ഞാൻ ഫോക്കസ് ചെയ്ത ഏരിയ ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ ടാർഗറ്റ് വെക്കുന്നു. അതിനുശേഷം ഞാൻ എന്താണ് ലോഡ് സൈസ് സെലക്ട് ചെയ്യുന്നിടത്ത് ഞാൻ എത്രയാണ് ലോഡ് സൈസ് സെലക്ട് ചെയ്യേണ്ടത്, 0.02 ആണ് എൻ്റെ ലോഡ് സൈസ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെയുള്ള വാല്യൂസ് നോക്കിയിട്ട് ഇപ്പം എവിടെയാണ് എൻ്റർ ചെയ്യുന്നത്, 156.623, 156.728 ഈ വാല്യൂ നോക്കിയിട്ട് നമുക്കിവിടെ മാനുവലായിട്ട് വേണമെങ്കിലും എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ലൈൻ ഡ്രാഗ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പോൾ മാനുവലായിട്ട് എൻ്റർ ചെയ്യുവാണെങ്കിലും നമുക്ക് മാനുവലി പ്ലേസ് ചെയ്യുവാണെങ്കിലും നമ്മൾ നോക്കുന്ന ബ്രോക്കർ ചാർട്ട് അനുസരിച്ച് ഡിഫറൻസ് വരും. ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മളിപ്പം FXCM അല്ലെങ്കിൽ ഓവാണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രോക്കറിൻ്റെ ചാർട്ട് നോക്കിയിട്ട് നമ്മളിപ്പം HFM-ലാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ചെറിയ ഡിഫറൻസ് ഒക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നെഗ്ലക്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഏകദേശം നമുക്ക് ആ ഒരു ചാർട്ടിൽ കാണാൻ പറ്റുന്ന ഏരിയ, നമ്മളൊരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഇംബാലൻസ് കാണുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ചാർട്ടിൽ എവിടെയാണോ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഇംബാലൻസ് അത് നോക്കിയിട്ട് ഏകദേശം അവിടെയായിട്ട് പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ലൈൻ വെച്ചിട്ട് ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാം. ഇവിടെ ലോഡ് സൈസ് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോഡ് സൈസ് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 0.02 അല്ലെങ്കിൽ 0.03 ഒക്കെ എനിക്ക് ഇവിടെ ലോഡ് സൈസ് മാറ്റാൻ പറ്റും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 0.02 ലോഡ് സൈസ് ആയതുകൊണ്ട് നമ്മളിവിടെ ലോഡ് സൈസ് എൻ്റർ ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. വൺസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കറൻ്റ്ലി മാർക്കറ്റ് ഇവിടെയാണുള്ളത്. പ്രൈസ് എപ്പോഴാണോ ഈ ഒരു സ്ഥലത്ത് റീച്ച് ആവുന്നത് അപ്പോൾ എൻ്റെ സെൽ ഓർഡർ ട്രിഗർ ആവും. അതിനുശേഷം മേളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും, താഴേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ആവും. സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണ് റിസ്ക് ചെയ്യുന്നത്, നമ്മുടെ അക്കൗണ്ട് സൈസിൻ്റെ 1%, അതായത് $2 ആണ് നമ്മൾ റിസ്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ റിസ്ക് പെർസെൻറ്റേജ് മാറ്റിയാൽ ലോഡ് സൈസ് മാറും. ഞാനിവിടെ 2% ആണ് റിസ്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായി, ഞാൻ 0.05 ലോട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി എൻ്റെ സ്റ്റോപ്പ് ലോസ് പിപ്പ് ചിലപ്പോൾ ഒരു 15 പിപ്പ് ആയിരുന്നെങ്കിലും ഇവിടെ എന്തായാലും ഇവിടെ എൻ്റെ റിസ്ക് മാറി. അപ്പോൾ ഞാൻ ലോഡ് സൈസ് സെലക്ട് ചെയ്യുന്നത് 0.04 ലോട്ടാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് വേണ്ട റിസ്ക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് പിപ്പും അനുസരിച്ച് നമ്മൾ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ലോഡ് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത്, നമ്മൾ എടുക്കുന്ന റിസ്ക് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത്. അപ്പോൾ ഈ ഒരു 2% മാറ്റി 1% വീണ്ടും ആക്കുവാണ്. 15 പിപ്പാണ് സ്റ്റോപ്പ് ലോസ് എന്നുണ്ടെങ്കിൽ വീണ്ടും $2 ആണ് റിസ്ക് ചെയ്യുന്നത്. ഇവിടെ 0.02 ലോട്ടാണ് നമ്മൾ വീണ്ടും എടുക്കേണ്ടത്. അങ്ങനെ ബേസിക്കലി എന്ത് ചെയ്യാം, നമുക്ക് ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫോറക്സിൽ ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും.